തുടങ്ങുകയായിരുന്നു ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ അവர்கள். അദ്ദേഹം ആ പഴയ കാലത്തെ ചില വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ നമ്മളേതെങ്കിലും കിതാബിൽ നോക്കിയാൽ കിട്ടുന്ന വിവരമല്ലല്ലോ അത്. അതിന്റെ അനുഭവമുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും. അത് അങ്ങനത്തെ അനുഭവങ്ങൾ അദ്ദേഹം കൂടുതൽ പറഞ്ഞ് കുറച്ചും കൂടി അധികമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ച് സന്തോഷിച്ച് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് മതിയാക്കി ബാക്കി കാര്യങ്ങൾ എന്റെ പ്രസംഗത്തിന് ശേഷം പറയും എന്ന് പറഞ്ഞു നിർത്തുന്നത്. ഞാൻ എന്തായാലും ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നില്ല. ബഷീർ മദനി ഉസ്താദ് പ്രസംഗത്തിൽ പറയുകയുണ്ടായി, വളരെ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അത് മുഴുവനായിട്ട് ശരിയല്ല. അസോസിയേഷൻ വിളിച്ച പരിപാടിയിൽ ഒരു പക്ഷേ എനിക്ക് നേരത്തെ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നത് ശരിയാണ്. അതേസമയം ഇവിടെ മഹാനവറുകളുടെ ഹദ്റത്തിൽ അവിടത്തെ ഈ 11ാമത്തെ ഉറൂസ് നടക്കുമ്പോ ഇതിനു മുമ്പ് നടന്ന 1 or 2 ഉറൂസുകളിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതേസമയം ബാക്കിയുള്ള എല്ലാ ഉറൂസുകളിലും സംബന്ധിച്ചിട്ടുണ്ട്. പ്രസംഗിക്കാറില്ല എന്നത് ഒരു പക്ഷേ അതും ശരിയായി. അങ്ങനെ പ്രസംഗം ഉണ്ടെങ്കിലേ വരൂ എന്നുള്ള നിർബന്ധക്കാരനല്ല പണ്ടേ ഞാൻ. 1ാമത്തെ സ്വപ്നത്തിന്റെ സീറ്റ് കിട്ടണം എന്നുള്ള നിർബന്ധം ഇല്ല എന്ന് മാത്രമല്ല, 1ാമത്തേൽ കിട്ടരുത്, 2ാമത്തേലോ 3ാമത്തേലോ മതിയെന്ന് ചിന്തിക്കുന്ന ആളാണ്. അത് ഞാൻ വലിയ ദാഹിതായത് കൊണ്ട് പറയല്ല. അതിന് ഞാൻ മനസ്സിലാക്കണത് എനിക്ക് കാല് കൊണ്ട് ചിലപ്പോൾ മറ്റേമേ കയറ്റിയിരിക്കും. അപ്പൊ ഈ 1ാമത്തെ സ്വപ്നത്തിൽ തന്നെ ഇരുന്ന് നമ്മൾ കാല് ഒന്ന് മറ്റേമേ കയറ്റി വെച്ച വളരെ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളായ ആളുകൾ ഉണ്ടാവും സഭയിൽ. അവര് വിചാരിക്കൂല ഈ ചുള്ളിക്കോടിന് ഒരതപ്പൂലൊരു മര്യാദയില്ല കണ്ടോ, 1ാമത്തെ സ്വപ്നത്തിൽ തന്നെ ഇരുന്ന് കാലുമേ കാലും കയറ്റി വെച്ചാ ഇരിക്കണത്. അങ്ങനെ കയറ്റി വെച്ച് ഇരിക്കുന്നത് തന്നെ കാലിന് ചില വേദനയൊക്കെ അനുഭവപ്പെടുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ മർക്കസിലാണെങ്കിൽ വരെ അങ്ങേ അറ്റത്തെ നിർബന്ധം ഇല്ലെങ്കിൽ ആ 1ാമത്തെ സ്വപ്നം ഒഴിവാക്കിയിട്ടാണ് സ്റ്റേജിൽ ഇരിക്കുന്നത്. കാര്യത്തിന്റെ അല്ലെന്ന് പറയുന്നത്. അപ്പൊ പ്രസംഗിക്കാൻ ഇരിക്കുന്ന സമയം വേണമെന്നോ അങ്ങനെയുള്ള നിർബന്ധമില്ല. മാത്രമല്ല അധികം പ്രസംഗിക്കേണ്ട, സമയം വളരെ വൈകിപ്പോയി. ഉസ്താദ് കുറച്ച് പറഞ്ഞാൽ മതി എന്നാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്. ഇത്രയും ശക്തിയായി സുഗമ്യമായതിനു വേണ്ടി ജീവിച്ച് ആ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച, അതുപോലെ വലവും വഴകി ഞാൻ ഒറ്റക്കാണെങ്കിലും സുന്നത്തിയമായതിന്റെ വിഷയത്തിൽ ഒരാളെ മുന്നിലും അടിയറം പറയില്ല എന്ന് പറഞ്ഞ് വഫാത്തായ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം കഴിച്ചു കൂട്ടുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ഞങ്ങളുടെ നാട്ടിൽ കാളിയാക്കണം എന്ന് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് അവരൊക്കെ ആക്കിയത്. അത് ഈ സൗത്ത് കേരളയിൽ മാത്രമല്ല, ബാംഗ്ലൂർ കേന്ദ്രമായി 43 മഹല്ലുകളാണ് 1.5 മാസം മുമ്പ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഖബ്ബലല്ലാഹു അവരുടെ സംയുക്ത മഹല്ലുകളുടെ ഖാദിയായി തിരഞ്ഞെടുത്തത്. ആ മഹല്ലുകളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് 2-ാം തീയതി മീരിയയിലെ പുനർനിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ ബാംഗ്ലൂർ സംയുക്തമായത് പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം സാഹിബ് അവിടെ ഒരു പ്രസംഗം താജുൽ ഉലമയെ പറ്റിയും സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ചും
മർഹൂം ഖുറത്തു സാദാത്ത് ഖുറാനങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇബ്രാഹിം സാഹിബ് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പ്രസംഗിച്ചു. ഞാൻ അടുത്തിരുന്ന് ആ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആഹ്ലാദം തോന്നിയ നിമിഷമുണ്ടായി. അങ്ങനെ അറ്റത്തെ സന്തോഷം തോന്നിയ ഒരു നിമിഷം കഴിഞ്ഞു. വ്യക്തിപരമായിട്ട് അങ്ങേയറ്റത്തെ സന്തോഷം തോന്നാനുള്ള കാരണം എന്താണെന്ന് ആ കാരണം ഞാൻ പറഞ്ഞുതരാം. സി എം ഇബ്രാഹിം സാഹിബ് പറയാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരോട് എത്ര അടുപ്പവും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞാലും ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. സി ഇബ്രാഹിം സാഹിബ് പറയാണ്, താജുൽ ഉലമ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട് ജീവിതത്തിൽ ഒരു വട്ടം? എന്നാൽ തീരെ ചോദിക്കാത്ത ആരോടെങ്കിലും ജീവിതത്തിൽ താജുൽ ഉലമയുമായി ബന്ധപ്പെട്ടിട്ടും തീരെ ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിൽ ആ തീരെ ദേഷ്യം പിടിക്കാത്ത ആളുകളെക്കാൾ താജുൽ ഉലമയായിട്ടുള്ള ബന്ധം ഈ ആരോടാണോ ചൊടി വന്ന ആളോടാണ്. താജുൽ ഉലമന്റെ ആ ദേഷ്യം അതിന് വിധേയമായ ആൾക്കാണ് കൂടുതൽ ബന്ധം. ഇത് പറഞ്ഞ അദ്ദേഹം അടുത്ത വരി പറയാണ്, ഇനി ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ടോ? അടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിനി എത്രമാത്രം വലിയ ബന്ധം താജുൽ ഉലമയായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ആ ബന്ധം കാമിലായിട്ടില്ല, അത് പെർഫെക്റ്റ് ആയിട്ടില്ല. ഒരു വട്ടം തന്നെയെങ്കിലും നല്ല ചുട്ട അടി കിട്ടണം, നല്ല ചൂടുള്ള അടി കിട്ടണം. അത് കിട്ടിയിട്ടുണ്ടെങ്കിലേ താജുൽ ഉലമക്ക് തിരിച്ചു നിങ്ങളോട് സമ്പൂർണമായിട്ട് മഹബത്താണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഇബ്രാഹിം സാഹിബ് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. 1990 മുതൽ 97 ആഗസ്റ്റ് മാസം വരെ ഞാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കീഴിൽ ഖാദിമായി സയ്യിദ് മദനി ശരീഅത്ത് കോളേജിൽ നേരത്തെ ബഷീർ മദനി സൂചിപ്പിച്ചതുപോലെ ചെറിയ ഖിദ്മത്ത് ചെയ്ത് കിതാബൊക്കെ ഓതിക്കൊടുത്ത് അങ്ങനെ കൂടിയിരുന്നു. ആ ഇടക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഏറ്റവും വലിയ ശിഷ്യന്മാരായിരുന്ന മർഹൂം താഴേക്കോട് ഉസ്താദ്, മർഹൂം വൈദ്ദാർ ഉസ്താദ്, മർഹൂം അഹമ്മദ് ബാബ് ഉസ്താദ്, മർഹൂം സൈദാലി തങ്ങൾ, അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അവരോടൊക്കെ പലപ്പോഴും ദേഷ്യം പിടിക്കുമെങ്കിലും ഞാൻ നേരിട്ടുള്ള ശിഷ്യൻ അല്ലാത്തത് കൊണ്ട് ആയിരിക്കും ദേഷ്യം പിടിക്കാത്തത് എന്നൊക്കെ ബഹുമാനപ്പെട്ട താഴേക്കോട് ഉസ്താദ് പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ദേഷ്യം പിടിക്കാത്ത നിങ്ങൾ മദനി അല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും 1-2 വട്ടമൊക്കെ എന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലയളവിലൊന്നും കൈകൊണ്ട് ഒരടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം സാഹിബ് ആർക്കും ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മഴപ്പത്തുണ്ട് എന്നുണ്ടെങ്കിൽ അടയാളാണെന്ന് പറഞ്ഞപ്പോ സമാധാനമായി. പക്ഷെ അടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോ അടി കിട്ടിയിട്ടേ ആ കാലത്തൊന്നും. ഇബ്രാഹിം സാഹിബ് രണ്ടാമത്തെ ഭാഗം പറഞ്ഞു, നിങ്ങൾക്ക് നല്ല അടി കിട്ടിയോ എങ്കിലേ നിങ്ങളോട് താജുൽ ഉലമക്ക് കാമിലായ മഹബത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, സുബ്ഹാനല്ലാഹ്, 2013 ഞാൻ ഉള്ളാളത്ത് നിന്ന് 97 പോയതിനു ശേഷം 2013 ഉള്ളാൾ ജമാഅത്തിന്റെ ദർഗാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായ കണച്ചൂര് മോള് ഹാജിയുടെ വീടിന്റെ അടുത്തുള്ള പള്ളി പുനർനിർമ്മാണം കഴിഞ്ഞ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയം കണച്ചൂര് മോള് ഹാജി എന്നെ വിളിച്ചു, നിങ്ങൾ വരണം, എ.പി. ഉസ്താദ് ഉണ്ടാവും, താജുൽ ഉലമ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും വരണം. ഞാൻ മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. ട്രെയിനിൽ ഇങ്ങോട്ട് എത്താൻ നേരത്ത് മർഹൂം ഖുറത്തു സാദാത്ത് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉപ്പ പോകുന്നുണ്ടല്ലോ, ഉപ്പനോട് നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞോ? അല്ല, ഉപ്പനോട് പോണ്ടെന്ന് അറിയേണ്ട അധികാരം എനിക്കില്ല, നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉപ്പയും കൂടി കൂടിയിട്ടാണ് എന്നോട് പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ ഞാൻ നിങ്ങളെ അനുസരിക്കുന്നില്ല. ഇത് ബഹുമാനം പറഞ്ഞിട്ട് അറിയല്ലോ, ചില വിഷയമൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറയണല്ലോ തങ്ങന്മാരായാലും. ഞാൻ പറഞ്ഞു പുറത്തങ്ങളോട്, തങ്ങളെ ഇത് എനിക്ക് അനുസരിക്കാൻ കഴിയില്ല, കാരണം നിങ്ങളെ ഉപ്പയാണ് എന്നോട് അങ്ങോട്ട് ചെല്ലണം, മോളാജി എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്നു.
അതാ പരിപാടി ഞാൻ പരാജയപ്പെടുന്നു കരുതിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കി. എന്നാ സിറ് മനസ്സിലായത് പിന്നെയാണ്. അങ്ങനെ അവിടെ ചെന്നു. മോൺവാജിന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട ശൈഖുന എ.ടി. ഉസ്താദുണ്ട്, അതുപോലെ തന്നെ താജുൽ ഉലമയുണ്ട്. അവരൊക്കെ അങ്ങനെ സീരിയസ് ആയ സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എല്ലാം ചെന്ന് സലാം പറഞ്ഞ് കൈപിടിച്ച് മുത്തി അവിടെ ഇരുന്നു. ഓ, വലിയ ആളാകാൻ പോകുന്നുണ്ട്, വലിയ ആളാകാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പേരടിക്ക് ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ചു. സുബ്ഹാനല്ലാഹ്, 4 അടി കിട്ടിയപ്പോ എ.പി. ഉസ്താദ് വല്ല പറഞ്ഞു ഇത്ര കൊടുത്താ മതി, ശരി അധികം കൊടുക്കട്ട. എ.പി. ഉസ്താദ് അന്ന് കൈ പിടിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനധികം കിട്ടുന്ന, അന്ന് അതിനനുസരിച്ച് ഉയരുമായിരുന്നു എന്നാ മനസ്സിലാകും. ഏതായാലും അതിന്റെ ശേഷം അൽഹംദുലില്ലാഹ് സി.എം. ഇബ്രാഹിം സാഹിബ് പറഞ്ഞതുപോലെ ആ അടി കിട്ടാത്ത പോരായം നല്ലോണം അങ്ങോട്ട് കിട്ടി. അതിനുശേഷം വളരെ വലിയ മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുകയും ഉണ്ടായി. ഇത് ഞാൻ ഇവിടെ ഉണർത്താൻ ആഗ്രഹിക്കുന്നതിൽ ഒരൊറ്റ കാരണം മാത്രം. ഇന്ന് എന്നെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മൾക്ക് വിശ്രമിക്കാൻ പോയ ലത്തീഫി, എന്തായാലും ലത്തീഫിന്റെ പേര് അമീൻ ലത്തീഫി, ആ ലത്തീഫിന്റെ വീട്ടിൽ അല്പനേരം വിശ്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ ബഷീർ സഖാഫിയാണ് തോന്നുന്നു അവിടെ വന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ പേരിന് ഓർമ്മ ഉണ്ടായി. അദ്ദേഹം വന്ന് സലാം പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് ഞാൻ ബഷീർ സഖാഫി അല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ആദ്യം തന്നെ ആ സഖാഫി എന്നോട് പറയുന്നത് ഉസ്താദിനോട് അന്ന് നല്ലോണം കിട്ടിയ കൂട്ടത്തിൽ പെട്ടതാണ്, കിട്ടിയ കൂട്ടത്തിൽ പെട്ടതാണ് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്തതെന്നല്ല, നല്ല അടി കിട്ടിയതാണ്. ഇപ്പോഴും ഞാനും ഓർക്കലുണ്ട്, സഖാഫിമാര് നമ്മളെടുത്ത് വരുമ്പോ മുമ്പ് നല്ല അടി കിട്ടിയവർക്കാണെങ്കിൽ അവർക്ക് നമ്മളോട് നല്ല മഹബത്ത്, ആ മഹബത്തും ആ സ്നേഹവും അവരിടക്കിടക്ക് ബന്ധപ്പെടലും. അതേസമയം ഇപ്പൊ കോവിഡൊക്കെ ആയതോടുകൂടി കുട്ടികൾക്ക് ക്ലാസ് തന്നെ ഒരുപാട് ഓൺലൈനായി. സഖാഫി ആണോ എന്ന് തന്നെ അവരിങ്ങോട്ട് പറഞ്ഞാൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ ഒരു മുഖപരിചയം പോലും ഇല്ലാത്തൊരവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജനിച്ച് സുന്നത്ത് ജമാഅത്തിനായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിനായി തന്നെ വഫാത്തായി. ആ സുന്നത്ത് ജമാഅത്തിനെ ഉയർത്തിപ്പിടിക്കാൻ ജീവൻ വേണോ ജീവൻ നൽകാൻ, രക്തം വേണോ രക്തം നൽകാൻ തയ്യാറായ ലക്ഷക്കണക്കിന് അനുയായികളെ പാകപ്പെടുത്തി ഈ കേരളത്തിനും കർണാടകക്കും തമിഴ്നാടിനും ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലും ഒക്കെ ആ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ പ്രവർത്തകരെയും ആലിമീങ്ങളെയും അനുയായികളെയും ഇവിടെ വെച്ചുകൊണ്ടാണ് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അല്ലാഹു തആല താജുൽ ഉലമയുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മൾ ഉസ്താദുമാരെ ഓർക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഉസ്താദുമാരുടെ വഴി പിന്തുടരണം എന്ന് പറയുമ്പോൾ ഇന്ന് അങ്ങേ അറ്റത്തെ ഭയമാണ്. എന്തുകൊണ്ടാണ് ഭയം എന്നറിയാമോ? ഇന്ന് തിന്മ സർവത്ര. ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങൾ മദനി, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വലിയ മകൻ നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് വരികയാണ്. ഈ സ്ഥാനവസ്ത്ര വിതരണവും മറ്റു ചടങ്ങുകളും ഒക്കെ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇരിക്കുക, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് മതിയാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയി വേഗം നിർത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ന് തിന്മ ലോകത്ത് കൊടികുത്തി വാഴുകയാണ്. വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകളിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥ, ദർസിലെ മുതഅല്ലിമീങ്ങളുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. പലതരം കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മുസ്ലിമീങ്ങളാണ്. മഹല്ലത്തുകളിൽ വഅദ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം തിന്മകൾക്കെതിരെ പ്രസംഗം നടത്തിയാൽ അത് കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ തന്നെ തിന്മക്ക്
വിധേയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് എങ്കിൽ നമ്മുടെ ദഅവത്തിന് തീരെ ഫലമില്ലാതെയാകും. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഖൈറുൽ ഉമ്മത്താകല് എപ്പോഴാണ് എന്നറിയാമോ? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. ഒന്ന്, നിങ്ങൾ ശരിയായ സുന്നത്തിയമായത്തിന്റെ വിശ്വാസം, നിങ്ങളുടെ ഈമാൻ ക്ലിയർ ആകണം. രണ്ടാമത്, നിങ്ങൾ നന്മ ചെയ്ത് മാത്രം കൂടിയാൽ പോരാ, നിങ്ങൾ നന്മ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടി അത്തരം നന്മകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ തിന്മയിൽ നിന്ന് ഒറ്റക്ക് വിട്ടുനിന്നു എന്നതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വം തീരുന്നില്ല. മറിച്ച് അത്തരം തിന്മകൾ എവിടെയൊക്കെയുണ്ടോ, അത് കൈകൊണ്ടാണെങ്കിൽ കൈകൊണ്ട്, നാവ് കൊണ്ടാണെങ്കിൽ നാവ് കൊണ്ട്, അതും അല്ലെങ്കിൽ അദ്അഫുൽ ഈമാനായ ഖൽബ് കൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ തന്നെയെങ്കിലും തയ്യാറായി നിങ്ങൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഉത്സാഹിക്കുന്നവരും കൂടിയാകണം. എങ്കിലേ ഈ ഉമ്മത്ത് മുഹമ്മദിയ അഥവാ മുസ്ലിങ്ങൾ ഉത്തമ സമുദായമാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ബിരുദമാകുന്നവരോട് മാത്രമല്ല പറയുന്നത്, എന്നോടും ഈ ശബ്ദം കേൾക്കുന്നവരോടൊക്കെ പറയാണ്. നമ്മളൊക്കെ ഓൺലൈനായിട്ട് പല ഏർപ്പാടുകളും നടത്തുന്നവരാണ്. ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒരുപാട് ലോകത്തേക്ക് സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ മൊബൈൽ തുറന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കാണെങ്കിൽ നോക്കല് കറാഹത്തോ അറാമോ ആയ സാധനങ്ങൾ കാണുന്നവരും കൂടായികയില്ല. നമ്മൾ ആദ്യം മാറ്റി നിർത്തണം. നമ്മൾ നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, അദ്ദാദ് ചെല്ലണം, തഹജ്ജുദ് നിസ്കരിക്കണം, ദുആ നിസ്കരിക്കണം, പാവങ്ങളെ സഹായിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണം. ആ നിലക്ക് നമ്മൾ നന്മ ചെയ്യുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എങ്കിലേ ഈ ഉത്തമ സമുദായം എന്ന് പറഞ്ഞതിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. ഹദീസു ഷരീഫ് ഞാൻ ഓതി കേൾപ്പിച്ചു. മനിസ്ദാദ ഇൽമൻ, ഒരാൾക്ക് ഈ വിജ്ഞാനം ഇഷ്ടം പോലെ ഉണ്ട്, ഒരു എൻസൈക്ലോപീഡിയയാണ്. അതല്ലെങ്കിൽ നമുക്കറിയാം, നമ്മള് ഒരുപാട് വിവരങ്ങൾ, ഡാറ്റകൾ അടങ്ങിയ കമ്പ്യൂട്ടർ പോലെയായി എന്ന് വെക്കുക. അത്രയും വലിയ എൻസൈക്ലോപീഡിയയായി മാറിയിട്ടുണ്ട്, വിശ്വവിജ്ഞാനകോശമായിട്ടുണ്ട് അറിവുകൊണ്ട്. പക്ഷേ വലം യസ്ദദുഹുദൻ, പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ട് ഹിദായത്ത് നമുക്ക് ഏറുന്നില്ല എങ്കിൽ ഫലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അല്ലാഹുവിൽ നിന്ന് ദൂരത്താവുകയല്ലാതെ ഒരിക്കലും അല്ലാഹുവിലേക്ക് അടുക്കുകയില്ല. അങ്ങനെ അല്ലാഹുവിൽ നിന്ന് ദൂരത്താകുന്ന കൂട്ടത്തിൽ നമ്മെ ആരെയും അല്ലാഹു തആല ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ആ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി സഖാഫി സമൂഹം അഹോരാത്രം പരിശ്രമിക്കുന്നു. അത് മതിയായി, കൂടുതലായി എന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സഅദിമാര് ലോകത്താകെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മദനിമാരെ, നിങ്ങൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ മുന്നോട്ട് വെച്ച വലിയ സന്ദേശം, ഏറ്റവും വലിയ സന്ദേശം എന്തായിരുന്നു എന്നാൽ വലൗ വഹദി. താജുൽ ഉലമ അറിയപ്പെടുന്നത് തന്നെ ആ ടൈറ്റിലാണ്, വലൗ വഹദി. സുന്നത്തി ജമാഅത്തിന് വേണ്ടി ആരും സഹായിക്കാനില്ലെങ്കിലും ഞാൻ ഒറ്റക്കതിനു വേണ്ടി മരണം വരെ പോരാടും എന്ന് പ്രഖ്യാപിച്ച നമുക്ക് അടുത്ത കാലത്ത് പരിചയമുള്ള ഏറ്റവും വലിയ മഹൽ വ്യക്തിത്വം അത് താജുൽ ഉലമ നവ്വറല്ലാഹു മർകദഹു ആയിരുന്നു. ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോഴേ താജുൽ ഉലമയെ സ്നേഹിച്ചവർ എന്ന് നമ്മളെ പറ്റി പരിചയപ്പെടുത്താൻ നമുക്ക് അർഹതയുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേ താജുൽ ഉലമയിൽ നിന്ന് തിരിച്ച് നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ. അവരുടെയൊക്കെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചൂടാൻ അവസരം ഉണ്ടാവുകയുള്ളൂ. ഈ അൽമദനി ബിരുദം കൊടുക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി മദനിമാര് മാത്രമല്ല എല്ലാവരും സഹായിക്കണം.
എന്നാലും വീട്ടുകാർക്ക് വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അയൽവാസികളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി അൽ മദനി അവരുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ ഹയാത്തുള്ള കാലത്ത് ജീവൻ നൽകി ആ രീതിയിൽ ആരംഭിച്ച് വളർത്തിക്കൊണ്ടുവന്ന് നമ്മെ ഏൽപ്പിച്ചു പോയ ഈ സ്ഥാപനം ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ മദനിയുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ താജുൽ ഉലമയുടെ തിരുനോട്ടത്തിലായി, അതുപോലെ ഖുർറത്തു സാദാത്തിന്റെ തിരുനോട്ടത്തിലായി നിലനിൽക്കണം. അതിനാവശ്യമുള്ള കാര്യങ്ങളെ സഹായിക്കാൻ കൂടിയ ഉത്തരവാദിത്തമുള്ളവർ മദനികളാണ്, അൽമദനികളാണ്, നമ്മെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവർക്കും അല്ലാഹു തആല കൂടുതൽ ഖൈറ് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ ആഗ്രഹമില്ലാതിട്ടല്ല, നമുക്ക് ഒരുപാട് ചടങ്ങുകൾ ഇവിടെ നിർബന്ധമായും കൃത്യസമയത്ത് നടക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.